ഹലോ ഗീസ്, നമ്മൾ 3 പേരും ഇന്ന് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന വണ്ടർഫാൾസ് കാണാൻ പോവാണ്. ചങ്ങനാശ്ശേരി ചെന്നിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ വന്നൊരു ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം ആക്രിക്കട വന്നിരിക്കുകയാണ്. ഒരു ആക്രിക്കടയാണ്. അവിടെ നിന്ന് ബോറടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. കുറേ ചിപ്പൊക്കെ ഉള്ള എന്തോ ഒരു സാധനം. എനിക്കൊന്നും മനസ്സിലാവാത്തതാണ് ഞാൻ അവിടെ തന്നെ അത് വെച്ച്. അതിനുശേഷം നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പം സ്ക്രീനെ നോക്കി തമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പാട്ടിട്ടപ്പോൾ അപ്പം ചിൽ മൂഡായിട്ട് ഡാൻസൊക്കെ കളിച്ച് പോവാണ്. ഇതിനുശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വരിയിലുള്ള ക്ലൈമറ്റാണ് നിങ്ങളെ കാണുന്നത്. നല്ല രസമില്ലേ കാണാൻ? ഇതാണ് ഈയിടെ അങ്ങോട്ട് ഓപ്പണായ പാലമാണ്. സൈഡിലൊക്കെ നിറച്ച് ഹൗസ് ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പാണ്. പാലമൊക്കെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷം അവിടെ ഭയങ്കര ജനത്തിരക്കായിരുന്നു. പാർക്കിംഗ് ഒന്നും കിട്ടാതെ ഞങ്ങൾ അങ്ങാണ് വണ്ടി കൊണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ കയറി ചായയും സ്നാക്സും ഒക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ സാധനം കാണുന്നത്. ഫ്ലൈയിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വണ്ടർഫാൾസിൻ്റെ ടിക്കറ്റും എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ നനയാനായിട്ട് മാത്രമേ വരാവുള്ളൂ. എക്സ്ട്രാ തുണി കൈ കണ്ടേക്കണം. ഞങ്ങൾക്കും അബദ്ധം പറ്റി. ഇതിൻ്റെ ഉള്ളിൽ കയറണ 200 രൂപയാണ് ടിക്കറ്റ്. 200 രൂപയ്ക്ക് നല്ല ലാഭമാണ്. അതിനുശേഷം ഇവിടെ DJ പാർട്ടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് നിൽക്കണം ഇതിൻ്റെ ഭംഗി അറിയണേൽ. അതിനുശേഷം കുറേ സാധനങ്ങൾ കാണാനൊക്കെ ഉണ്ട്. ശേഷം നമ്മൾ അതിനകത്ത് തന്നെയുള്ള സെയിൽസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തോട്ട് ടൈം മേടിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു ഫുഡ് സ്പോട്ടിലേക്കാണ് ചെല്ലുന്നത്. അതൊക്കെ കണ്ട് അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി നേരത്തെ മേടിച്ച ആ മുട്ടായും കഴിച്ച്. പിന്നെ അവിടെ കപ്പലണ്ടി വിൽക്കുന്ന കണ്ടപ്പോൾ ഇച്ചിരി കപ്പലണ്ടിയും മേടിച്ച് അതും കഴിച്ച് ഇവിടുത്തെ റൈഡുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടു വയ്ക്കാൻ നല്ല രസമാണ്. കയറേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ 5-6 വട്ടം നമ്മൾ ഇമാതിരി റൈഡ് വന്നപ്പോൾ കയറിയതാണ്. അത് കാരണം കയറാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ തിരിച്ചു പോകുന്ന വരി മന്തിക്കടയിൽ കയറി മന്തി പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. മന്തിയൊക്കെ വന്ന് അങ്ങനെ അതും കഴിച്ചതിന് ശേഷം ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന വരിയിലാണ് നല്ല മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾ വീടെത്തിയിട്ടും മഴ നനഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോയ്ക്കായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.